ജനിച്ച നാൾ മുതൽ തന്നെ എൻ്റെ ജീവിതം ആരോഗ്യ പ്രശ്നങ്ങളോടുള്ള നിരന്തരമായ പോരാട്ടമായിരുന്നു. ബാല്യകാലം മുതൽ യുവത്വം വരെ അനേകം കുത്തിവയ്പ്പുകളും ശക്തമായ മരുന്നുകളും വിവിധ ചികിത്സകളും സ്വീകരിച്ചാണ് ഞാൻ വളർന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തെ മാത്രമല്ല, വിദ്യാഭ്യാസത്തെയും തൊഴിൽ ജീവിതത്തെയും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന പല സ്വപ്നങ്ങളെയും ആഴത്തിൽ ബാധിച്ചു. സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ ജീവിതമായിരുന്നു എൻ്റെ സ്വപ്നം. എന്നാൽ ജീവിതം എന്നെ മറ്റൊരു വഴിയിലേക്ക് നയിച്ചു. ഒടുവിൽ ഞാൻ ഒരു ജീവനക്കാരനായി മാറി. വിദേശത്ത് പോയി ജീവിക്കണമെന്ന ആഗ്രഹം എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കുടുംബത്തോടും സ്വന്തം നാടിനോടും ചേർന്ന് ലളിതവും സമാധാനപൂർണവുമായ ഒരു ജീവിതം നയിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ സാഹചര്യങ്ങളും വിധിയും എന്നെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വഴികളിലേക്ക് തള്ളിവിട്ടു. വിദ്യാഭ്യാസത്തിൽ എപ്പോഴും മികച്ച സ്ഥാപനങ്ങളിലും ഉയർന്ന യോഗ്യതകളിലും എത്തണമെന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. കഠിനാധ്വാനം ചെയ്തിട്ടും ആരോഗ്യ പ്രശ്നങ്ങളും ജീവിത സാഹചര്യങ്ങളും പലപ്പോഴും എൻ്റെ വഴിയിൽ തടസ്സമായി. ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങൾക്ക് വളരെ അടുത്തെത്തിയ അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചതൊന്നും പൂർണ്ണമായി നേടാൻ കഴിഞ്ഞില്ല. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ആസൂത്രണം ചെയ്ത വഴിയിലൂടെ അധികം സഞ്ചരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും വീണ്ടും എൻ്റെ നിയന്ത്രണത്തിന് അതീതമായ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പല സ്വപ്നങ്ങളും പൂവണിയാതെ പോയെങ്കിലും ഓരോ പരീക്ഷണവും എന്നെ സഹിഷ്ണുതയും ക്ഷമയും വിശ്വാസവും പഠിപ്പിച്ചു. വെല്ലുവിളികളിലൂടെ മുന്നേറിയ ഒരു യാത്രയാണ് എൻ്റെ ജീവിതം. ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്തതായാലും ജീവിതത്തിലെ ഓരോ അനുഭവത്തിനും ഒരു ദൈവികമായ ഉദ്ദേശമുണ്ടെന്നാണ്. എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പ്രതീക്ഷിച്ച അവസരങ്ങളിലേക്ക് എന്നെ എത്തിച്ചില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ മറ്റൊരു വഴി തേടി. നല്ലൊരു ഭാവി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓസ്ട്രേലിയൻ സ്ഥിരതാമസത്തിനായി അപേക്ഷിച്ചു. എന്നാൽ ആ സ്വപ്നവും നിരാശയിലാണ് അവസാനിച്ചത്. ആ ശ്രമത്തിൽ എനിക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമുണ്ടായി. ഒടുവിൽ ഒന്നും നേടാനായില്ല. അങ്ങനെ 2008 ജീവിതം വീണ്ടും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലേക്ക് എന്നെ നയിച്ചു. മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ നൈജീരിയയിലെ ഒരു ജോലി സ്വീകരിക്കേണ്ടി വന്നു. അതെൻ്റെ സ്വപ്നമോ ആഗ്രഹമോ ആയിരുന്നില്ല. എന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി വിധി എനിക്കായി മറ്റൊരു വഴി തിരഞ്ഞെടുത്തതുപോലെ തോന്നി. ഞാൻ ജീവിതത്തിനായി പദ്ധതികൾ തയ്യാറാക്കിയപ്പോഴെല്ലാം എൻ്റെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ എന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളിലേക്കാണ് നയിച്ചിരുന്നത്. നൈജീരിയ വിസ കിട്ടിയപ്പോൾ പുറപ്പെടുന്നതിന് മുമ്പ് അനുഗ്രഹം തേടാൻ കോയമ്പത്തൂരിലെ സിദ്ധാപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ പോകാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ എന്നെ ആഴത്തിൽ വേദനിപ്പിച്ച ഒരു വിഷമകരമായ വാർത്ത ലഭിച്ചു. ആ വേദനയിലും നിരാശയിലും എൻ്റെ വിഷമം ഭഗവാൻ അയ്യപ്പനോട് പ്രകടിപ്പിച്ച് ക്ഷേത്രത്തിൽ പോകാതെ ഞാൻ നൈജീരിയയിലേക്ക് പോയി. നൈജീരിയയിലെ ലാഗോസിൽ എത്തിയ ശേഷം എൻ്റെ സുഹൃത്ത് എന്നെ ഒരു ക്ഷേത്ര സമുച്ചയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വിവിധ മതങ്ങളിലെ ക്ഷേത്രങ്ങൾ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ അയ്യപ്പ ക്ഷേത്രവും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അത് ഒഴിവാക്കി. ശിവൻ, ഗണപതി, അമ്മ, ശക്തി, കൃഷ്ണൻ, ബാലാജി തുടങ്ങിയ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. ഈ സമയത്ത് ഞാൻ എൻ്റെ ജീവിത രീതിയിലും വലിയ മാറ്റം വരുത്തി. സന്യാസിമാരുടെ ലളിതമായ ജീവിത രീതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വളരെ ലളിതമായ ഭക്ഷണക്രമം പിന്തുടർന്നു. എണ്ണ ഉപയോഗിക്കാതെ കടുക്, ജീരകം, തക്കാളി, ഉള്ളി എന്നിവ ചേർത്ത് വെള്ളത്തിൽ പച്ചക്കറികൾ പാകം ചെയ്ത് കഴിച്ചു. മധുരപലഹാരങ്ങൾ ശരിയായി കഴിക്കാതെ ചവച്ച് രുചി നോക്കി ഉപേക്ഷിക്കുമായിരുന്നു. 6 മാസങ്ങൾക്ക് ശേഷം ഈ ജീവിത രീതി അറിയാതെ എൻ്റെ ഭാരം കുറച്ചു. ഒരു ദിവസം എൻ്റെ പാൻറ് അരയിൽ ശരിയായി ചേരുന്നില്ലെന്ന് ശ്രദ്ധിച്ചു. പരിശോധിച്ചപ്പോൾ വയർ വളരെ കുറഞ്ഞതായി മനസ്സിലായി. 3 മാസം കഴിഞ്ഞിട്ടും ഭാരം കുറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഭാരം പരിശോധിച്ചപ്പോൾ 113 കിലോയിൽ നിന്ന് 88 കിലോ ആയി കുറഞ്ഞിരുന്നു. അതിനുശേഷം ഓരോ മാസവും ഏകദേശം 2 മുതൽ 2.5 കിലോ വരെ കുറഞ്ഞു.
9 മാസങ്ങൾക്കുള്ളിൽ ഞാൻ 76 കിലോ ആയി. ഇതിനിടയിൽ അതേ പ്രശ്നം വീണ്ടും എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടു. 2009 ഫെബ്രുവരി 7-ാം തീയതി എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ച് ഞാൻ കാനോ യാത്ര ചെയ്യാതിരിക്കാൻ നിർദ്ദേശിച്ചു. എൻ്റെ ടിക്കറ്റ് ഇതിനകം ബുക്ക് ചെയ്തിരുന്നതിനാൽ ഞാൻ അദ്ദേഹത്തോടെ മാനേജ്മെൻറ്റുമായി സംസാരിക്കാൻ പറഞ്ഞു. പിന്നീട് എൻ്റെ ബോസും അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനും ചേർന്ന് തീരുമാനിച്ച് ഫെബ്രുവരി 9 നിശ്ചയിച്ചിരുന്ന എൻ്റെ കാനോ യാത്ര റദ്ദാക്കി. അന്നേ ദിവസം ഞാൻ മാനസികമായി വളരെ വിഷമത്തിലായി. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ ജോലി രാജിവെക്കണം എന്ന ചിന്തയും വന്നു. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ മാതാപിതാക്കളോടും പറഞ്ഞു. ഫെബ്രുവരി 10 ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം രാജിക്കത്ത് നൽകാമെന്ന് തീരുമാനിച്ചു. ഫെബ്രുവരി 10 ഞാൻ ക്ഷേത്രത്തിൽ പോയി എല്ലാ ദേവതകളോടും പ്രാർത്ഥിച്ചു. അവസാനം ഭഗവാൻ അയ്യപ്പനോടും പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിച്ചു. ആദ്യ പ്രദക്ഷിണം നടത്തുമ്പോൾ പൂജാരി വിളക്കുകളും പൂക്കളുമായി പൂജ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. രണ്ടാമത്തെ പ്രദക്ഷിണ സമയത്ത് അറിയാതെ തൂങ്ങിക്കിടന്നിരുന്ന ഒരു എണ്ണവിളക്കിൽ എൻ്റെ തല തട്ടി. അതിനുള്ളിലെ എണ്ണ എൻ്റെ തല, മുഖം, തോളുകൾ എന്നിവയിൽ വീണു. ഞാൻ കണ്ണിലെ എണ്ണ തുടച്ച് ശ്രീകോവിലിലേക്ക് നോക്കി. ആ നിമിഷത്തിൽ എനിക്ക് ചുറ്റുമുള്ള എല്ലാം ഇരുണ്ടതായി തോന്നി. പക്ഷേ ഭഗവാൻ അയ്യപ്പൻ്റെ വിഗ്രഹം മാത്രം വളരെ പ്രകാശത്തോടെ കാണപ്പെട്ടു. പൂജാരിയെയും വിളക്കുകളെയും മറ്റൊന്നിനെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ നിമിഷം എൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം വ്യക്തമായി കേട്ടു. നിന്റെ പ്രശ്നം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് പരിഹരിക്കപ്പെടും. അതേ വാക്കുകൾ 3 തവണ കേട്ടു. കുറച്ച് സമയത്തിന് ശേഷം എല്ലാം സാധാരണ നിലയിലായി. അടുത്തുണ്ടായിരുന്ന ഒരാൾ എൻ്റെ ഷർട്ടിൽ വീണ എണ്ണ തുടയ്ക്കാൻ പറഞ്ഞു. എന്നാൽ സംഭവിച്ചതിനെക്കുറിച്ച് ഞാൻ ആശ്ചര്യത്തിലും ചിന്തയിലുമായിരുന്നു. എന്നിരുന്നാലും എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നില്ല. രാജിവെക്കുമെന്ന് ഫെബ്രുവരി 11 വരെ മാറ്റിവെക്കുമെന്ന് ഞാൻ മാതാപിതാക്കളോട് പറഞ്ഞു. പക്ഷേ എനിക്ക് വലിയ അത്ഭുതം സംഭവിച്ചു. ഞാൻ കേട്ട അതേ സമയത്ത് തന്നെ അന്ന് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അടുത്ത ദിവസം രാവിലെ ഓഫീസിലെത്തിയപ്പോൾ എൻ്റെ ബോസ് എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഫിനാൻസ് മാനേജർ സ്ഥാനക്കയറ്റം ലഭിച്ചു എന്നാണ്. അതെനിക്ക് പൂർണ്ണമായും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമായിരുന്നു. ആ നിമിഷം എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു വഴിത്തിരിവായി മാറി. സ്വാമിയേ ശരണമയ്യപ്പ.